ട്രെയിനുകളിലെ അൺറിസർവ്ഡ് അതായത് ജനറൽ ടിക്കറ്റുകൾ ഡിജിറ്റലായി ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്ക് ഇളവുകളുമായി ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ ഏകീകൃത ആപ്പായ റെയിൽ വൺ വഴിയാണ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ ബുക്ക് ചെയ്യുന്നവർക്ക് ടിക്കറ്റ് നിരക്കിൽ 3% വരെ ഇളവ് നൽകാൻ റെയിൽവേ തീരുമാനിച്ചു കഴിഞ്ഞു. വിശദമായി അറിയാം, ഞാൻ രേഷ്മ. 2026 ജനുവരി 14 മുതൽ 2026 ജൂലൈ 14 വരെയാണ് ഈ ആനുകൂല്യം ലഭിക്കുക. റെയിൽ വൺ ആപ്പ് വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡിജിറ്റൽ പേയ്മെന്റ് രീതി, അത് UPI, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡുകൾ, നെറ്റ് ബാങ്കിംഗ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുന്നവർക്കാണ് ഈ ഇളവ് ലഭിക്കുക. ടിക്കറ്റ് കൗണ്ടറുകളിലെ തിരക്ക് കുറയ്ക്കാനും ഡിജിറ്റൽ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം കൂടുതൽ ജനകീയമാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. നിലവിൽ റെയിൽ വൺ ആപ്പിലെ ആർവാക്കറ്റ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് 3% ക്യാഷ് ബാക്കും ലഭിക്കുന്നുണ്ട്. ഇത് തുടരുന്നതിനൊപ്പം തന്നെ മറ്റ് ഡിജിറ്റൽ പേയ്മെന്റ് മാർഗങ്ങൾ ഉപയോഗിക്കുന്നവർക്കും നേരിട്ട് ഇളവ് നൽകാനും കൂടിയാണ് ഈ പുതിയ തീരുമാനം. സോഫ്റ്റ്വെയർ സംവിധാനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനായി റെയിൽവേ മന്ത്രാലയം സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് സ്വകാര്യ ആപ്പുകൾ വഴിയോ UTS ആപ്പ് വഴിയോ ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ ഇളവ് ലഭ്യമാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. യാത്രക്കാർക്ക് ജനറൽ ടിക്കറ്റുകൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ എന്നിവ എടുക്കുന്നതിനും ട്രെയിനുകളുടെ തത്സമയ വിവരങ്ങൾ അറിയുന്നതിനും വേണ്ടി റെയിൽവേ അടുത്തിടെ പുറത്തിറക്കിയ ആപ്പാണ് റെയിൽ വൺ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുതിയ റെയിൽവേ ടൈം ടേബിൾ പുറത്തു വന്നിരുന്നു എന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. നഗരങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും യാത്രാസമയം കുറയ്ക്കുന്നതിനും മുൻഗണന നൽകിയാണ് ഈ പുതിയ സമയക്രമം 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. ട്രെയിൻസ് അറ്റ് എ ഗ്ലാൻസ് 2026 എന്നാണ് ഈ പുതിയ ടൈം ടേബിളിന് പേരിട്ടിരിക്കുന്നത്. ട്രെയിൻസ് അറ്റ് എ ഗ്ലാൻസിന്റെ 46ാം പതിപ്പ് കൂടിയാണിത്. യാത്രക്കാർക്ക് ട്രെയിനുകളുടെ റൂട്ടുകളെക്കുറിച്ചും സമയക്രമത്തെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനൊപ്പം പ്രീമിയം ട്രെയിനുകളുടെ പുതുക്കിയ വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ ഉടനീളം ഓടുന്ന 1400-ലധികം ട്രെയിനുകളുടെ പൂർണ്ണമായ സമയക്രമവും ഇതിലുണ്ട്. ഈ വർഷം സർവീസ് ആരംഭിച്ച വന്ദേ ഭാരത്, അമൃത് ഭാരത്, നമോ ഭാരത്, റാപ്പിഡ് ട്രെയിൻ എന്നിവയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഇതിലുണ്ട്. ഇതുകൂടാതെ ഓരോ ക്ലാസ്സിലുമുള്ള ട്രെയിനുകളുടെ കിലോമീറ്റർ അടിസ്ഥാനത്തിലുള്ള നിരക്കുകൾ വിശദീകരിക്കുന്ന ഫെയർ ചാർട്ടുമുണ്ട്. ടിക്കറ്റ് റിസർവേഷൻ, റദ്ദാക്കൽ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ, സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും ലഭ്യമായ യാത്രക്കാരുടെ സൗകര്യങ്ങൾ, കാറ്ററിംഗ് നിരക്കുകൾ, മെനു എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ലഭ്യമാണ്. റെയിൽവേയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാര പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളും കാണാൻ കഴിയും. ഈ 2025 സാമ്പത്തിക വർഷത്തിൽ ടിക്കറ്റില്ലാ യാത്ര, ക്രമവിരുദ്ധമായ യാത്ര, ബുക്ക് ചെയ്യാത്ത ലഗേജ് എന്നിവയിൽ നിന്നായി ഇന്ത്യൻ റെയിൽവേ പിഴ ഇനത്തിൽ ഈടാക്കിയത് 1.781 കോടി രൂപയാണ്. ലോക്സഭയിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. 1989 റെയിൽവേ ആക്ട് പ്രകാരം ടിക്കറ്റ് ഇല്ലാതെയോ ക്രമവിരുദ്ധമായ യാത്ര ചെയ്യുന്നതോ കുറ്റകരമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ യാത്രക്കാർ സഞ്ചരിച്ച ദൂരത്തിനുള്ള മുഴുവൻ ടിക്കറ്റ് നിരക്കിനെയും കുറഞ്ഞത് 250 രൂപ പിഴയെങ്കിലും നൽകേണ്ടി വരും. ഉദാഹരണത്തിന് 100 രൂപ ടിക്കറ്റ് നിരക്കുള്ള ദൂരത്തേക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ പിഴയടക്കം 350 രൂപ TTക്ക് നൽകേണ്ടി വരും. സീറ്റുകളുടെ ആവശ്യകതയും ലഭ്യതയും തമ്മിലുള്ള അത്തരം കാരണമാണ് അനധികൃത യാത്രകൾ വർദ്ധിക്കുന്നതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. തിരക്കുള്ള സമയങ്ങളിൽ അധിക നിരക്ക് നിയന്ത്രിക്കാനായി ഉത്സവകാലങ്ങളിലും അവധിക്കാലങ്ങളിലും റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്താറുണ്ട്. 2025-26 വർഷത്തിൽ നവംബർ വരെ ഏകദേശം 60,000 സ്പെഷ്യൽ ട്രെയിനുകളാണ് സർവീസുകൾ നടത്തിയതെന്നും സ്ഥിരമായ സർവീസ് വർധനവിനായി 700-ലധികം കോച്ചുകൾ ഉപയോഗിച്ചെന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ കാലയളവിൽ 28 വന്ദേ ഭാരത് എക്സ്പ്രസ്, 26 അമൃത് ഭാരത് എക്സ്പ്രസ്, 2 നമോ ഭാരത് റാപ്പിഡ് ട്രെയിനുകൾ എന്നിവ ഉൾപ്പെടെ 200-ലധികം പുതിയ ട്രെയിനുകൾ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന് സമാനമായി രാജ്യത്തെ 76 സ്റ്റേഷനുകളിൽ യാത്രക്കാർക്ക് പ്ലാറ്റ്ഫോമുകളിലേക്ക് നിയന്ത്രിതമായി പ്രവേശിക്കാനും കൃത്യമായ ടിക്കറ്റ് പരിശോധന ഉറപ്പാക്കാനുമുള്ള പ്രത്യേക ഹോൾഡിംഗ് ഏരിയകൾ നിർമ്മിക്കാനുമുള്ള പദ്ധതിയും റെയിൽവേ ഏറ്റെടുത്തു കഴിഞ്ഞു. ടിക്കറ്റ് പരിശോധന സുതാര്യവും കാര്യക്ഷമവും ആക്കുന്നതിനായി 30,000-ലധികം ഹാൻഡ് ഹെൽഡ് ടെർമിനലുകൾ പരിശോധന ഉദ്യോഗസ്ഥർക്ക് നൽകി കഴിഞ്ഞു. പഴയ പേപ്പർ ചാർട്ട് സമ്പ്രദായത്തിന് പകരമായാണ് ടാബ്ലറ്റ് രൂപത്തിലുള്ള ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചു വരുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ കണക്കുകൾ പ്രകാരം 2024 സാമ്പത്തിക വർഷത്തിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ട് 5.39 ലക്ഷം പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിൽ 361.05 ലക്ഷം കേസുകളാണ് കണ്ടെത്തിയത്. അതിൽ 2,232 കോടി രൂപ പിഴയായും ഈടാക്കിയിട്ടുണ്ട്.
2023 ഇത് 2260 കോടി രൂപയും 2022 1575 കോടി രൂപയുമാണ് ആയിരുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായി രാജ്യത്ത് 48 പ്രധാന നഗരങ്ങളിൽ നിന്ന് കൂടുതൽ ട്രെയിനുകൾ സർവീസ് ആരംഭിക്കാനുള്ള ശേഷി ഇരട്ടിയാക്കാൻ ഇന്ത്യൻ റെയിൽവേ പദ്ധതിയിടുന്നുണ്ട്. യാത്രക്കാരുടെ വർദ്ധിച്ചു വരുന്ന തിരക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. 2030ഓടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ വിപുലീകരണ പദ്ധതിയുടെ ഗുണഫലങ്ങൾ യാത്രക്കാർക്ക് ഉടൻ ലഭിക്കുന്നതിനായി വരും വർഷങ്ങളിൽ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും റെയിൽവേ അറിയിച്ചു. പദ്ധതിയെ 3 വിഭാഗങ്ങളായാണ് തിരിച്ചിട്ടുള്ളത്. ഉടനടി നടപ്പിലാക്കേണ്ടവ, ഹ്രസ്വകാല പദ്ധതികൾ, ദീർഘകാല പദ്ധതികൾ എന്നിവയാണിത്. കാത്തിരിക്കാം 2026 ഇന്ത്യൻ റെയിൽവേയുടെ പുതുമാറ്റങ്ങൾക്ക്.